അച്ഛൻ്റെ 60-ാം വയസ്സ് പിറന്നാളായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും 60-ാം വയസ്സാന്ന് പറഞ്ഞപ്പോൾ ഒന്ന് വിചാരിച്ചു നമുക്ക് എല്ലാവരെയും വിളിച്ചൊന്ന് ഒരു ചെറിയൊരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളായിട്ട് നടത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയിൽ കേട്ടോ, അച്ഛൻ്റെ അനിയന്മാർ, അവരുടെ ഭാര്യമാർ, മക്കൾ, അങ്ങനെ മാത്രമേ ഉള്ളൂ. അങ്ങനെ വിളിച്ച് ചെറിയൊരു കേക്ക് കട്ടിങ് നടത്തി. കേക്ക് കട്ടിങ് മാത്രമല്ല, ചെറിയൊരു ഫുഡ് കേട്ടോ. അപ്പോൾ നൈറ്റാണ് നമ്മൾ നടത്തിയത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ജോലിക്ക് പോകണം, അപ്പോൾ അങ്ങനെയുള്ള തിരക്കുകൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് രാത്രിയിൽ കേക്ക് കട്ടിങ് ആക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. അപ്പോൾ ശരിക്കും പ്രായമാവും തോറും കുഞ്ഞു കുട്ടികളുടെ സ്വഭാവമാവും എന്ന് പറയുന്നത് സത്യമായിട്ടോ. അച്ഛൻ തന്നെ അച്ഛൻ്റെ പിറന്നാൾ ഇങ്ങനെ നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ പിറന്നാളാന്ന് പറയുമ്പോൾ എല്ലാവരുടെ അടുത്തും നടന്നിട്ട് എൻ്റെ പിറന്നാളാട്ടോ എല്ലാവരും വരണം കേട്ടോ. അത് നമുക്ക് ശരിക്കും പ്രായമായ ഒരു കുട്ടികളാവും എന്ന് പറയുന്നത് കറക്റ്റ് ശരിയാണ്. അത് അച്ഛൻ്റെ ഒരു സന്തോഷം കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെ അടുത്ത് ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക പോലെ കേക്ക് കട്ട് ചെയ്യുമ്പോഴും എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കുമ്പോഴും ഒക്കെ എന്തോ ഒരുപാട് സന്തോഷത്തിലായിരുന്നു കേട്ടോ അച്ഛന്. അപ്പോൾ എല്ലാ പ്രാവശ്യം കേക്ക് കട്ടിങ്ങിൽ നമുക്ക് കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും പീസാക്കി കൊടുക്കണ ആള് നമ്മുടെ അപ്പൂസായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം അപ്പൂസ് ടൂറും കാര്യങ്ങളൊക്കെ കാരണം അവൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം കുട്ടാപ്പൂനായിരുന്നു കേട്ടോ ഇപ്രാവശ്യം ഡ്യൂട്ടി ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ചക്കരേനെ എല്ലാവരും കളിയാക്കാണ്. അവൾ തോളിൽ ഉണ്ണിയുടെ ടർക്കിയൊക്കെ ഇട്ടിട്ടാണ് നിൽക്കണ്ടായിരുന്നു. അപ്പോൾ ചക്കര 2-ാം മുണ്ടൊക്കെ ഇട്ട് നിൽക്കണ്ടല്ലോ, ഇനി അടുത്ത് ചക്കരക്കാണോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കളിയാക്കലായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ശരിക്കും നമ്മൾ എല്ലാ സങ്കടങ്ങളും സന്തോഷമൊക്കെ എല്ലാവരും കൂടി കൂടുമ്പോൾ അതങ്ങടെ ഒത്തുകൂടുമ്പോൾ എല്ലാം ശരിയാവും എന്ന് പറയുന്ന പോലെയാണ്. നമ്മളെല്ലാവരും കൂടിയപ്പോൾ വീട്ടിലാണെങ്കിലും ഒരു ഒച്ചയനക്കും ഭയങ്കര ഒരു പ്രത്യേക സന്തോഷം. ഞങ്ങൾക്കൊരു ഉത്സവം നടന്നൊരു ഫീലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് എല്ലാവരും നേരെ ഇറങ്ങിയത് ഫുഡ് കഴിക്കാനാണ്. ഫുഡ് നമുക്ക് ഇവിടെ ഒന്നും കിട്ടിയില്ല. ഇപ്പോൾ ഈ ഗ്യാസിൻ്റെ പ്രശ്നം കാരണം നമുക്ക് ചെറുതുരുത്തി പോയിട്ടാണ് കേട്ടോ ഫുഡ് കിട്ടിയത്. അങ്ങനെ നല്ല കുട്ടൻ ബിരിയാണി ആയിരുന്നു കേട്ടോ.